തീർച്ചയായിട്ടും അങ്ങനത്തെ ഏത് കേസ് നമ്മൾ വന്നു കഴിഞ്ഞാലും പരിശോധിക്കും. ഇന്നലെ അതുപോലെ കഴിഞ്ഞ 2018 പ്രളയത്തിൽ 7 കടകൾ നഷ്ടപ്പെട്ട് പിന്നീട് വലിയ ക്യാൻസർ രോഗിയായി മാറി ആയ എബിയുടെ കഥ മാധ്യമങ്ങൾ തന്നെ പ്രസിദ്ധീകരിച്ചു. അദ്ദേഹം എന്നെ കാണാൻ വന്നിരുന്നു. കോടതിയിൽ നിന്ന് പോലും ഡയറക്ഷൻ കൊടുത്താണ് അദ്ദേഹത്തിന് നഷ്ടപരിഹാരം കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പരാതി കിട്ടിയിരുന്നു. അത്രയും കാര്യങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ ചെയ്യും. അങ്ങനത്തെ ഏത് വിഷയം വന്നാലും അപ്പോൾ അഡ്രസ്സ് ചെയ്യാനുള്ള ഒരു സംവിധാനം നമുക്കുണ്ട്. പ്രത്യേകമായ ചികിത്സ കൊടുക്കേണ്ട കുട്ടികൾക്ക് കൊടുക്കും. പ്രത്യേകിച്ച് നമ്മൾ ഫിസിക്കലി ഡിസേബിൾഡ് ആയ ആളുകൾക്ക് ഒരു വലിയ പ്രോജക്റ്റ് പ്രഖ്യാപിക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളാണ്. നോ ബാരിയേഴ്സ് ഉൾപ്പെടെയുള്ള എല്ലാ സ്ഥലങ്ങളിലും സിംഗിൾ കേസ് ഇപ്പോൾ കുട്ടികളുടെ പലയിടത്തും വന്നു. കുട്ടികൾക്ക് അഡ്മിഷൻ ഇപ്പോൾ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ ഒരു കുട്ടിക്ക് അവിടെ MBAക്ക് അഡ്മിഷൻ കിട്ടി. MBAക്ക് അഡ്മിഷൻ അവിടെ കിട്ടുകയെന്ന് വെച്ചാൽ റിട്ടൺ ടെസ്റ്റ്, ഇൻ്റർവ്യൂ, ഗ്രൂപ്പ് ഡിസ്കഷൻ എല്ലാം കഴിഞ്ഞ് ആണ് കിട്ടുന്നത്. അത്രയും പൊട്ടൻഷ്യലായിട്ടുള്ളൊരു കുട്ടിയാണ്. ഫിസിക്കലി ഡിസേബിൾഡ് ആണെന്നല്ല, 70% ഡിസേബിൾഡാണ്. പക്ഷെ ക്ലാസ് മുകളിലാണ്, കയറാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾ ക്ലാസ് താഴേക്ക് ആക്കിച്ച് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പിന്നെ അവിടെ ഒരു ലിഫ്റ്റ് വയ്ക്കാൻ വേണ്ടിയിട്ട് BPCLനെ കൊണ്ടിട്ട് നമ്മളൊരു CSRൽ പ്രോജക്റ്റും കൊടുത്തു. അതേപോലെ തന്നെ ഒരു ഹയർ സെക്കൻഡറിക്ക് ഫുൾ A+ ഉള്ളൊരു കുട്ടിക്ക് ഒരു സ്കൂളിൽ പ്രശ്നം വന്നു. അത് ലാബ് മുകളിലാണ്, ആ ലാബ് താഴേക്ക് ആക്കിച്ചു. അങ്ങനെ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്ന കാര്യങ്ങൾ, അത് അങ്ങനെ ഒറ്റപ്പെട്ട കേസുകൾ മാത്രം നമ്മൾ അഡ്രസ്സ് ചെയ്താൽ പോരാ. കോമൺ ആയിട്ട് കുറേ കാര്യങ്ങൾ ഇതുപോലത്തെ ശ്രദ്ധയിൽ നമ്മളിപ്പോൾ ഈ വൈകുന്നേരമൊക്കെ വരാൻ പോകുന്ന ആളുകൾ കാണുമ്പോൾ ചിലത് നമ്മൾ വിചാരിക്കും ഇൻഡിവിജ്വൽ കേസാണെന്ന്. അപ്പോൾ 10 പേര് ഒരേപോലത്തെ കാര്യങ്ങൾ വന്ന് പറയുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇൻഡിവിജ്വൽ കേസല്ല, കോമൺ കേസാണ്. ഇപ്പോൾ ഈ പറഞ്ഞ കേസൊക്കെ കോമൺ കേസ്. ഇപ്പോൾ റെയർ ഡിസീസിൻ്റെ മരുന്ന് പുറത്തുനിന്ന് വരുവാണ്. 30 കോടി 40 കോടിയാണ്. എങ്ങനെ ഏത് കുടുംബത്തിന് പറ്റും വരുന്നത്? അപ്പം നമ്മളതിന് പുറത്തുനിന്ന് മരുന്ന് കൊണ്ടുവരാൻ പറ്റുമോ? അപ്പോൾ അതിൻ്റെ 10-1 ചിലവാക്കി മാറ്റാൻ പറ്റും. അപ്പോൾ ഇത് സിംഗിൾ കേസല്ല. ചിലപ്പോൾ അതേപോലത്തെ ഒരേപോലത്തെ കേസുകൾ വരുമ്പോൾ അതൊരു കോമൺ മാറ്ററാണ്. അപ്പം നമ്മുടെ ഓഫീസിൽ നമ്മൾ CMOയിൽ അത്തരം കാര്യങ്ങൾ പരിശോധിക്കാൻ വേണ്ടിയിട്ട് ഒന്നിലധികം കേസുകൾ കോമൺ കേസായിട്ട് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇത് ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ അത് പരിശോധിച്ചിട്ട് അതിൽ ഇടപെടാൻ വേണ്ടിയിട്ടും അതിൽ നടപടിയെടുക്കാൻ വേണ്ടിയുള്ള കാര്യം ചെയ്യും. അതായത് നമ്മൾ ഈ പെറ്റീഷൻ മേടിച്ച് വയ്ക്കുക, പെറ്റീഷൻ എടുത്ത് വയ്ക്കുക, നോക്കാമെന്ന് പറയുക എന്നല്ല. അത് ഓരോന്നും പരിശോധിച്ചിട്ടുള്ളൊരു വലിയ സംവിധാനം നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇത് കുറച്ചുകൂടി കഴിയുമ്പോൾ കുറച്ചുകൂടി ഇഫക്റ്റീവ് ആക്കാൻ പറ്റും. കാരണം ഡാഷ്ബോർഡ് കൂടെ വെച്ച് ഡാറ്റ ഡ്രിവൺ ആക്കി കഴിയുമ്പോൾ നമുക്ക് ചിലപ്പോൾ നമ്മുടെ ഒരു ഫോൺ കോളും ഉണ്ട്, ചിലപ്പോൾ നമ്മുടെ ഒരു ഉത്തരവ് കൊണ്ട് ഈ വർഷങ്ങളായി പരിഹരിക്കാതെ കിടക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നമുക്ക് പറ്റും. തീർച്ചയായിട്ടും അക്കാര്യത്തിൽ പ്രത്യേകമായി ശ്രദ്ധിക്കും. ഞാൻ പ്ലീസ് നിങ്ങളൊന്ന് പറയാം. തീർച്ചയായിട്ടും മുതലപ്പുഴയെ സംബന്ധിച്ചിട്ടുള്ള അടിയന്തര തീരുമാനം ഉണ്ടാവും. അടുത്ത ആഴ്ച മീറ്റിംഗ് വെച്ചിട്ടുണ്ട്. ഫാദർ യൂജിൻ പരേരയുടെ നേതൃത്വത്തിൽ അവിടുത്തെ വൈദികർ വന്ന് അവിടെ കണ്ടിരുന്നു. ഞാൻ നേരത്തെ പല പ്രാവശ്യം പോയിരുന്നു. മുതലപ്പുഴയ്ക്ക് അത്യാവശ്യമായിട്ടുള്ള നടപടികൾ ഇപ്പോൾ സ്വീകരിക്കും, പെട്ടെന്ന് തന്നെ സ്വീകരിക്കും. അതായത് ഷോർട്ട് ടൈമിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ഈ ആഴ്ച തന്നെ ചെയ്യും. ലോങ് ടൈമിൽ മുതലപ്പുഴയിൽ ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്, അതുകൂടി ഏർപ്പെടുത്തും. മുതലപ്പുഴ ഗവൺമെൻറ്റിൻ്റെ പ്രത്യേക പരിഗണനയിലുണ്ട്. അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുമ്പ് 6 മാസക്കാലം എനിക്കെതിരെ നടത്തിയ ക്യാമ്പയിൻ എന്തായിരുന്നു? 6 മാസം അവർക്കെന്തോ അവിടെ എന്തോ ഒരു പ്രശ്നമുണ്ടായി AK സെൻ്ററിൽ അവർക്കെതിരെ. അപ്പോൾ ഞാൻ പറഞ്ഞു അവരെ മാറ്റരുതെന്ന് പറഞ്ഞു. കാരണം അവരാണ് എനിക്ക് വേണ്ടിയിട്ട് ക്യാമ്പയിൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ ക്യാമ്പയിൻ ഇലക്ഷൻ കഴിഞ്ഞിട്ടും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. സോഷ്യൽ മീഡിയയിലും മറ്റു കാര്യങ്ങളിലും അവർ തുടരട്ടെ. കാരണം കേരളത്തിലെ ജനങ്ങൾ അതിന് നല്ല വിധി എഴുതി മറുപടി കൊടുത്തിട്ടുണ്ട്. എനിക്കെതിരെ വ്യക്തിപരമായി നടത്തി ഞാൻ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞതാണ്. ഇനി നോ ഐ ഹാവ് മെയ്ഡ് ഇറ്റ് വെരി ക്ലിയർ. ഇനിയൊന്നുമില്ല പറഞ്ഞു.
അവിടെ തിരച്ചിലിനായിട്ട് മറൈൻ എൻഫോഴ്സ്മെൻറ്റ്, കോസ്റ്റ് ഗാർഡ് സംവിധാനങ്ങൾ ഉപയോഗിച്ച് തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആഴക്കടലിൽ തെരച്ചിൽ നടത്താനായി കോസ്റ്റ് ഗാർഡിൻ്റെ വെസലുണ്ട്, നേവിയുടെ ഹെലികോപ്റ്റർ ആവശ്യപ്പെട്ടിട്ടുണ്ട്, അവരെത്തി തെരച്ചിൽ നടത്തിയിരുന്നു. ഇതുകൂടാതെ കോസ്റ്റൽ ഗാർഡിൻ്റെ വിഴിഞ്ഞം സ്റ്റേഷൻ കമാൻഡറിൻ്റെ നേതൃത്വത്തിൽ തമിഴ്നാട് കുളച്ചല്ല ആഴക്കടലിലും അങ്ങോട്ട് പോകാൻ സാധ്യതയുണ്ടെന്നോർത്ത് അവിടെയും തെരച്ചിൽ നടത്തുന്നുണ്ട്. കോസ്റ്റ് ഗാർഡിൻ്റെ ചെറു വിമാനങ്ങളും ഹെലികോപ്റ്ററും ആകാശ നിരീക്ഷണം നടത്തുന്നുണ്ട്. ഇതെല്ലാം അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് കിട്ടിയില്ല എന്നുള്ളത് സങ്കടകരമായ കാര്യമാണ്, കുടുംബത്തിൻ്റെ സങ്കടമാണ്. നിങ്ങളത് ഞാൻ അതൊക്കെ ചെയ്യാൻ ഇതൊക്കെ നമുക്കറിയാമല്ലോ, തീരപ്രദേശത്ത് പഴയ മുഖ്യമന്ത്രി പോയത് ഓർമ്മയുണ്ടല്ലോ, അത് നമുക്കറിയാമല്ലോ. തീരപ്രദേശത്ത് അല്ല ഞാൻ പറഞ്ഞത് ഞാൻ അതിൻ്റെ ഫയലിൻ്റെ പുനർജനിത് ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം ഒരു അന്വേഷണവും ഒരു നടപടിയും ഇത് സംബന്ധിച്ചെടുത്തിട്ടില്ല. എല്ലാ ഫൈൻഡിങ്ങും നടത്തിയത് കഴിഞ്ഞ സമയത്ത്. നിങ്ങളിതൊന്ന് അറിയണം. 2020 ഇത് കഴിഞ്ഞ ഉടനെ തന്നെ നിയമസഭയിൽ ഒരു ആരോപണം വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, അന്നത്തെ മുഖ്യമന്ത്രിയോട് പറഞ്ഞു, അങ്ങൊരു വിജിലൻസ് അന്വേഷണം നടത്തണമെന്ന് പറഞ്ഞു. അതിനുശേഷം അവർ വിജിലൻസ് അന്വേഷണം നടത്തി. എൻ്റെ ആവശ്യമില്ല, ഞാൻ നിയമസഭയിൽ ആവശ്യപ്പെട്ട് അന്വേഷണം നടത്തിയിട്ട് ഒരു തരത്തിലുള്ള ക്രമക്കേടും നടന്നിട്ടില്ല എന്നുള്ള റിപ്പോർട്ട് പ്രാഥമിക അന്വേഷണം നടത്തി വിജിലൻസ് ഗവൺമെൻറ് കൊടുത്തു. അന്ന് അത് അംഗീകരിച്ചു. അത് കഴിഞ്ഞിട്ടൊരു പരാതി ആയിട്ട് ഒരാൾ ഹൈക്കോടതിയിലെ സിംഗിൾ ബെഞ്ചിൽ പോയി. സിംഗിൾ ബെഞ്ച് ആ പരാതി തള്ളി. രണ്ടാമത് അതിന് അപ്പീലായിട്ട് ഡിവിഷൻ ബെഞ്ചിൽ പോയി ഹൈക്കോടതി. അത് ആ ഡിവിഷൻ ബെഞ്ച് തള്ളി. കേട്ടോളാം. പിന്നീടാണ് ഞാൻ പ്രതിപക്ഷ നേതാവായി വരുന്നത്. പ്രതിപക്ഷ നേതാവായി വരുമ്പോഴാണ് 2023 നേരത്തെ അന്വേഷിച്ച് തള്ളിയ കേസ് ഞാൻ പ്രതിപക്ഷ നേതാവായപ്പോൾ വീണ്ടും ഒരു പരാതി വാങ്ങി വീണ്ടും അന്വേഷണം ആരംഭിച്ച് കഴിഞ്ഞതിന് ശേഷം വിജിലൻസ് റിപ്പോർട്ടാണ് 14/6/2023 രജിസ്റ്റർ ചെയ്ത കേസിൽ 7/9/24 വിജിലൻസ് റിപ്പോർട്ട് കൊടുത്തിരിക്കുകയാണ്. എന്താണ്? എൻക്വയറി കുഡ് നോട്ട് ഡിസ്കവർ എനി എവിഡൻസ് ടു സസ്റ്റെയിൻ ദി അലിഗേഷൻ. The inquiry so far could not reveal any evidence and also the allegations could not sustain in evidence. ഇത് ഞാൻ മുഖ്യമന്ത്രിയായതിനു ശേഷമുള്ളതല്ല, 7/9/2024 റിപ്പോർട്ടാണ്. ഇനി വീണ്ടും അതിൽ വിജിലൻസ് നടത്തിയ റിപ്പോർട്ടിൽ 2 വിജിലൻസ് ഡയറക്ടർമാർ റിപ്പോർട്ട് കൊടുത്തു. ഒന്ന്, പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് അട്രാക്റ്റ് ചെയ്യുന്ന ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല, ക്ലീൻ ചിറ്റാണ്. അതായത് PC ആക്ട് എനിക്കെതിരെ ഈ അലിഗേഷൻ അന്വേഷിച്ചതിൽ നിൽക്കില്ല എന്ന് ഒരു വിജിലൻസ് ഡയറക്ടർ. അപ്പോൾ പറഞ്ഞു FCRI അന്വേഷിക്കാൻ പ്രകാരം തീർക്കരുതല്ലേ, ഞാൻ പ്രതിപക്ഷ നേതാവാണല്ലോ, തീർക്കരുതല്ലേ, FCRI വയലേഷൻ നടത്തിയിട്ടുണ്ടോയെന്ന് അന്വേഷിക്കാൻ പറഞ്ഞു. ഒരു FCRI വയലേഷനും ഇല്ലെന്നും പറഞ്ഞ് രണ്ടാമത്തെ വിജിലൻസ് രണ്ട് വിജിലൻസ് ഡയറക്ടർമാരെ ഞാൻ സ്വാധീനിച്ചെന്ന് പറയരുത്. രണ്ടാമത്തെ വിജിലൻസ് ഡയറക്ടർ രണ്ടാമത് FCRI അന്വേഷണം നടത്തി. FCRI നിലനിൽക്കില്ല, ഒരു കാരണവശാലും നിലനിൽക്കില്ല എന്ന് പറഞ്ഞു. അതിൻ്റെ ഇടയിൽ വയനാട് ഞങ്ങളുടെ ക്യാമ്പ് നടത്തുന്ന ദിവസം അന്നത്തെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് CBI അന്വേഷിക്കാൻ പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞ മറുപടി ഓർമ്മയുണ്ടല്ലോ, ഞാൻ പേടിച്ചു പോയി. ഉടനെ CBI അന്വേഷണം ഏർപ്പെടുത്തിക്കൊള്ളാൻ പറഞ്ഞു. CBI അന്വേഷണം ഇതിനകത്ത് നിലനിൽക്കുക. കാരണം വിജിലൻസിനൊരു കേസ് രജിസ്റ്റർ ചെയ്യാൻ പോലും പറ്റാത്തൊരു കേസിൽ CBI അന്വേഷണം നിലനിൽക്കില്ലെന്നുള്ള നിയമോപദേശം ഗവൺമെൻറ്റിന് കിട്ടി. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഇതെല്ലാം നിന്നിട്ട് ഇത് തീർക്കാതെ, എന്നുവെച്ചാൽ എല്ലാ റിപ്പോർട്ടും കിട്ടിയിട്ട് ഇത് തീർക്കാതെ ഇവർ കയ്യിൽ വെച്ചുകൊണ്ടിരുന്നു. മനസ്സിലായില്ലേ? ഇപ്പോൾ എന്താണ് കൊടുത്തിരിക്കുന്നത്? ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് 26/5/2026 വിജിലൻസ് ഡയറക്ടർ കൊടുത്തിരിക്കുന്നത് എന്താ? ആസ് സ്റ്റേറ്റഡ് എർലിയർ, ദർ ഈസ് നോ വിജിലൻസ് ആംഗിൾ റിവീൽഡ് ഇൻ ദ കേസ് and so no action is due from this department in this regard. Hence further action in this regard may be dropped. എന്ന് അപ്പോൾ എല്ലാ അന്വേഷണം നടത്തി എല്ലാ റിപ്പോർട്ടും കൊടുത്തത് പിണറായി സർക്കാരിൻ്റെ കാലത്താണ്. പക്ഷെ ആ റിപ്പോർട്ട് വാങ്ങിച്ച് കയ്യിൽ വെച്ചിട്ട് ഈ ഒരു പുകമറ ഉണ്ടാക്കി
എനിക്കെതിരായിട്ട് വിജിലൻസ് അന്വേഷണം നടക്കുന്നു എന്ന് തെരഞ്ഞെടുപ്പ് കാലത്ത് പോലും എനിക്കെതിരായിട്ട് ക്യാമ്പയിൻ നടത്തി. ആയിരുന്നല്ലോ, ക്ലിയറായില്ലേ ഇപ്പോൾ? കാരണം ഞാൻ അന്ന് ഒരിക്കലും ഇത് രാഷ്ട്രീയ വേട്ടയാടലാണെന്ന് ഞാൻ പറയില്ല. ഒരു ആരോപണം വന്നതാണ് എന്നായിരുന്നു എൻ്റെ വാക്ക്. എല്ലാവരും പറയും ഇത് രാഷ്ട്രീയമായി വേട്ടയാടുകയാണെന്ന് എല്ലാവരും പറയും. ഞാൻ പറഞ്ഞ അന്ന് ഇത് രാഷ്ട്രീയമായിട്ടല്ല, ഒരു ആരോപണം വന്ന് ഞാൻ തന്നെ പറഞ്ഞ് അന്വേഷിക്കാൻ. വിജിലൻസ് പറഞ്ഞപ്പോൾ വിജിലൻസ് അന്വേഷിക്കാൻ പറഞ്ഞു, CBI പറഞ്ഞപ്പോൾ CBI അന്വേഷിക്കും.